സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും. ഇന്ന് 3 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. 6 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി വിജിൻ ചേരുന്നുണ്ട്. വിജിൻ, സംസ്ഥാനത്ത് മഴ തുടരും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. 3 ജില്ലകളിൽ ഇന്ന് അലർട്ടുമുണ്ട്. ഓറഞ്ച് അലർട്ടാണ് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തലസ്ഥാനത്തൊക്കെ പക്ഷേ ഇന്ന് തെളിഞ്ഞ കാലാവസ്ഥയാണല്ലോ രാവിലെയൊക്കെ. തീർച്ചയായും മൺസൂൺ മഴ തുടരും എന്ന കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ടെങ്കിലും ഈ ദക്ഷിണ കേരളത്തിൽ, തെക്കൻ കേരളത്തിൽ വലിയ തരത്തിലുള്ള മഴയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മൺസൂൺ തുടങ്ങിയത് മുതൽ അതിശക്തമായ മഴ ഈ മേഖലകളിൽ ഉണ്ടായിട്ടില്ല. മലബാർ മേഖലകളിലും ഒപ്പം തന്നെ മധ്യ കേരളത്തിലും ഒക്കെയായിരുന്നു ശക്തമായ മഴയുണ്ടായിരുന്നത്. ഇന്ന് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത് മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂർ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയും ഒപ്പം തന്നെ ഇടുക്കി, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മേഖലകളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത്. പക്ഷേ ശക്തമായ മഴ ഇപ്പോൾ കേരളത്തിൽ ഇല്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. തുടർ ദിവസങ്ങളിലും ശക്തമായ മഴ തന്നെ ലഭിക്കും എന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട്. ഇടിമിന്നലോടുകൂടിയും ഒപ്പം തന്നെ ശക്തമായ കാറ്റിനും ഒക്കെ സാധ്യതയുള്ളതിനാൽ ഈ തീരദേശ മേഖലകളിൽ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓറഞ്ച് അലേർട്ട് ഉള്ള ജില്ലകളിൽ ഒപ്പം തന്നെ ഈ കണ്ണൂർ, കാസർഗോഡ്, തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾ ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ ഈ മേഖലകളിൽ ഉള്ളവർ മത്സ്യബന്ധനത്തിന് പോകുന്നതിൽ ഒക്കെ നിയന്ത്രണം വരുത്തണം എന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. മലയോര മേഖലകളിൽ പല സ്ഥലങ്ങളിലും ഈ വിനോദസഞ്ചാര യാത്രകൾ ഒക്കെ നിരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പലയിടത്തും ഇളവുകൾ നിലവിൽ നൽകിയിട്ടുണ്ടെങ്കിലും മഴ തുടരുന്നതിനാൽ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ മറ്റു തരത്തിലുള്ള ആളപായങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. നേരത്തെ വേനൽ മഴയോട് സമയത്ത് ഉണ്ടായിരുന്ന അപകടങ്ങൾ ഒക്കെ മാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. മൺസൂൺ വന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നാശനഷ്ടങ്ങൾ ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമില്ല. 10 മണിയോടുകൂടി അടുത്ത അലേർട്ട് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകും. അതിലായിരിക്കും ഏതെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ നിലവിലുള്ള അലേർട്ടുകളിൽ ഉണ്ടാകുമോ എന്ന കാര്യം വ്യക്തമാവുക. പ്രിയ വിജിൻ, ഈ പറഞ്ഞതുപോലെ മഴയ്ക്ക് ശമനമുണ്ട് തെക്കൻ കേരളത്തിൽ. പക്ഷേ അലേർട്ട്, ഓറഞ്ച് അലേർട്ട് 3 ജില്ലകൾ നൽകിയിട്ടുമുണ്ട്. എങ്കിൽ പോലും എല്ലാ രീതിയിലുമുള്ള ജാഗ്രതാ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടങ്ങൾ. പ്രത്യേകിച്ച് നാളെ മുതൽ സ്കൂളുകൾ ആരംഭിക്കുകയാണ്, തുറക്കുകയാണ്. കുട്ടികളൊക്കെയും നാളെ മുതൽ പോയി തുടങ്ങും. അവർക്ക് വേണ്ട സുരക്ഷിതത്വമൊക്കെ ഒരുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടല്ലോ. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത് സർക്കാർ? തീർച്ചയായും സ്കൂളുകൾ തുറക്കുന്നത് നാളെയാണ്. അതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും എല്ലാ ക്രമീകരണങ്ങളും നടത്തിയെന്ന് വിദ്യാഭ്യാസ വകുപ്പും ഒപ്പം തന്നെ ഈ പ്രാദേശിക ഭരണകൂടങ്ങളും ഒക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. മഴ ശക്തമാവുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ സ്കൂൾ നാളെ തുറക്കുന്നതോടനുബന്ധിച്ചുള്ള ക്രമീകരണങ്ങൾ കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒന്നും നിലവിൽ ഇല്ല എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് തന്നെ വ്യക്തമാക്കുന്നത്. പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള കമ്മിറ്റികൾ ഒക്കെ രൂപീകരിച്ചാണ് ഈ പ്രവേശനോത്സവം ഗംഭീരമാക്കാനുള്ള നടപടികളിലേക്ക് കിടക്കുന്നത്. നാളെയാണ് പ്രവേശനോത്സവം കൊച്ചിയിൽ ആണ് നടക്കുക. മുഖ്യമന്ത്രിയാണ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുക. എന്തായാലും വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ ഒക്കെ വരുത്തി വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾ ഒക്കെ നടപ്പിലാക്കാനുള്ള നീക്കത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പും. മഴ അതിനൊരു തടസ്സമാകാതിരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും നിലവിൽ നടത്തിയിട്ടുണ്ട്. കുരുന്നുകൾ 1-ാം ക്ലാസ്സിലേക്ക് ആദ്യമായി എത്തുന്നതാണ്. അവരെ സ്വീകരിക്കാൻ ഈ മഴയുണ്ടെങ്കിൽ പോലും അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും നിലവിൽ നടത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള മറ്റ് അപകടങ്ങളോ ഒരു തരത്തിലുള്ള ആശങ്കയും ഉണ്ടാകേണ്ടതില്ല എന്ന കാര്യവും സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും ഒക്കെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. പ്രിയ, ശരി വിജിൻ, തിരുവനന്തപുരത്ത് നിന്നുമുള്ള വിവരങ്ങളാണ് വിജിൻ നൽകിയത്.